നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. യുദ്ധക്കളങ്ങൾ മാറുകയാണ്. ഭീഷണികൾ ആകാശത്തു നിന്നാണ് വരുന്നത്. ശത്രുവിന്റെ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും അതിർത്തി കടക്കും മുൻപേ തകർക്കാൻ ഇന്ത്യ സ്വന്തമായി ഒരു ആകാശ കവചം ഒരുക്കുകയാണ്. അതാണ് പ്രൊജക്ട് കുശ. റഷ്യയുടെ വിഖ്യാതമായ S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനോട് കിടപിടിക്കുന്ന ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യൻ S-400 ആണ് പ്രൊജക്ട് കുശയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. എന്താണ് പ്രൊജക്ട് കുശ? DRDO വികസിപ്പിക്കുന്ന ഈ ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെയും നഗരങ്ങളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ വികസിപ്പിക്കുന്ന ഈ പദ്ധതിക്ക് ഏകദേശം 21,700 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അടുത്തിടെ ഇതിൻ്റെ ആദ്യ വികസന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി എന്നത് അഭിമാനകരമായ വാർത്തയാണ്. പ്രൊജക്ട് കുശയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ 3 ലെയർ സുരക്ഷാ സംവിധാനമാണ്. ഇത് 3 വ്യത്യസ്ത ദൂരപരിധിയിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യ തലത്തിൽ M1 മിസൈൽ. ഇത് 150 കിലോമീറ്റർ വരെയുള്ള ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും നേരിടാൻ പ്രാപ്തമാണ്. രണ്ടാം തലത്തിൽ M2 മിസൈൽ. 250 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഭീഷണികളെ ഇത് തകർക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന AESA റഡാറുകൾക്ക് അതിവേഗത്തിൽ ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തെ തലത്തിൽ M3 മിസൈൽ. ഇതാണ് ഈ സംവിധാനത്തിന്റെ കരുത്ത്. 350 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രുവിന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും വായുവിൽ വെച്ച് തന്നെ തകർക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. ലോകത്ത് റഷ്യയുടെ S-400, അമേരിക്കയുടെ പാട്രിയറ്റ്, ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെപ്പോലെ ശക്തമായ ഒരു സംവിധാനം ഇന്ത്യക്ക് എന്തിനാണ്? ഉത്തരം ലളിതമാണ്: അതിർത്തിയിലെ സുരക്ഷ. ചൈനയെയും പാകിസ്ഥാനെയും പോലുള്ള അയൽരാജ്യങ്ങളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം ദീർഘദൂര സംവിധാനങ്ങൾ അനിവാര്യമാണ്. മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായാണ് പ്രൊജക്ട് കുശ വികസിപ്പിക്കുന്നത്. ആകാശ് മിസൈലുകൾ കുറഞ്ഞ ദൂരത്തിലും കുശ ദീർഘദൂരത്തിലും ഇന്ത്യക്ക് സുരക്ഷ നൽകും. 2026 ഇതിന്റെ പറക്കൽ പരീക്ഷണം പൂർത്തിയാക്കിക്കൊണ്ട് 2028 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാനാണ് ലക്ഷ്യമിടുന്നത്. 2030 ഇന്ത്യയുടെ ആകാശം പൂർണ്ണമായും ഈ സുരക്ഷാ കവചത്തിന് കീഴിലാകും. പ്രതിരോധ രംഗത്തെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണിത്. ശത്രുക്കൾക്ക് മുന്നിൽ ഇന്ത്യയുടെ നെഞ്ചുറപ്പിന്റെ അടയാളമായി പ്രൊജക്ട് കുശ മാറുമെന്നതിൽ സംശയമില്ല. ജയ് ഹിന്ദ്.